അത് യഥാർത്ഥ മുടിയല്ല എന്നാണ് പറഞ്ഞത്. സനദില്ലാത്ത മാത്രമല്ല, സനദില്ല എന്നുള്ളത് അതിനുണ്ട്, അത് വ്യാജമാണ്, അത് റസൂലുള്ളയുടേതല്ല. അതുകൊണ്ട് ഒന്നുകൂടി ആധികാരികമായി ഉറപ്പിച്ചെന്ന് പറയട്ടെ, എ പി കാരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാം 13 കൊല്ലമായി ആവർത്തിക്കുന്ന വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഇത് റസൂലുള്ളയുടേതാണ് എന്ന് തെളിയണം മാത്രമല്ല, ഈ മുടിയുടെ ഉടമ ഒരു റസൂലാണെന്ന് തെളിയണം. അത് തെളിയിക്കാൻ ഞങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ഇത് വളരെ റിസാലത്തിന്റെ വിഷയമെന്ന് പറയും, ഇത് ചെറിയ വിഷയമല്ല എന്ന് പറയാൻ കാരണം അതാ, നിങ്ങൾക്കും ഇത് ഏറ്റെടുക്കാം. ഇത് റസൂലുള്ളയുടെ മുടിയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ആ വിഷയം നെഞ്ചുറപ്പോടെ ഏറ്റെടുത്ത് നിങ്ങളൊരു സംവാദത്തിന്, അതും ഈ മഞ്ചേരി അങ്ങാടിയിൽ ഇതേ പറമ്പിൽ വെച്ച് പരസ്യമായൊരു സംവാദത്തിന് ഞങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറാണ്. മനസ്സിലാക്കണം, ഇത് വെറും കളിയല്ല, ഞങ്ങളിത് ചുവട് പിടിച്ചിറങ്ങിയതാ. നിങ്ങൾ എഴുതി വെച്ച ബുക്ക് കെട്ടുകൾ ഇവിടെ ഉണ്ട്. ബുക്ക് കെട്ടുകൾ എവിടെ നിന്നാ വന്നത് എന്നുള്ള ബുക്ക് കെട്ടുകൾ അതൊന്നും ഇങ്ങോട്ട് എടുത്തിട്ടില്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ എടുത്തിവിടെ നിരത്തും, ഇവിടെ വെച്ച് ഞങ്ങളത് സമർത്ഥിക്കും. അതുകൊണ്ടാണ് ആധികാരികമായി അടുക്കളയിൽ നിന്ന് അടക്കം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉറക്കെ ഞങ്ങൾ പറയുകയാണ്, ഈ മുടിയുടെ ഉടമ റസൂലാണ്, ഒരു റസൂലിന്റെ മുടിയാണ് എന്ന് തെളിയിച്ചാൽ തീർച്ചയായും അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് റസൂലുള്ളയുടെ മുടിയല്ലെന്ന് മാത്രമല്ല, ഇത് പ്രവാചകന്റെ പേരിൽ പറയുന്ന കളവാണെന്ന് മാത്രമല്ല, ഇത് റിസാലത്തിൽ കൈകടത്തലാണ്. അബൂബക്കർ മുസ്ലിയാർ റിസാലത്തിൽ കൈകടത്തിയതാണ്. അഥവാ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന വ്യക്തി കാഫിറാണെന്ന് മുസ്ലിം ഉമ്മത്ത് വിധി പറയാൻ കാരണം, പ്രവാചകനല്ലാത്തത്, റിസാലത്തില്ലാത്തത്, റസൂലുള്ളയുടെ ഭാഗമല്ലാത്തത് റസൂലാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അതേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ഈ ഉമ്മത്ത് പുറംതള്ളിയതെങ്കിൽ, അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് റസൂലുള്ളയുടേതാണ് എന്ന് തെളിയണം, ഇതിന്റെ ഉടമ റസൂലാണെന്ന് തെളിയണം. അശ്ഹദു അന്ന സാഹിബു ഹാദ ശഅർ, ഈ മുടിയുടെ ഉടമയാണ് എൻ്റെ റസൂല് എന്ന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ദലീലുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാം. കഴിഞ്ഞ ദിവസം ബഹുമാനായ വഹാബ് സഖാഫി പ്രതികരിച്ചത് ഞങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നതാണ്. ഞങ്ങളത് പറഞ്ഞു, കുവൈത്ത് കരാർ വായിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. കാര്യം മുസ്ലിമീങ്ങളിൽ പല ആളുകളുണ്ട്, വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ എന്ന് പറഞ്ഞതും ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ചാണ്, പ്രവാചകന്റെ പള്ളികൾ നിസ്കരിക്കുന്നവരെ കുറിച്ചാണ്, പ്രവാചകന്റെ പിന്നിൽ യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ഗണത്തിൽ നിങ്ങളെയും അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ സംവാദത്തിന് വരണം. അപ്പോ സനത് മാത്രമല്ല, സനദിന്റെ തട്ടിപ്പുകള്, സനദിന്റെ ആ വർത്തമാനങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കുല്ലും തട്ടിപ്പാട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്, ഇത് കുല്ലും ബാത്തിലാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. സനതുമില്ല മത്തിനുമില്ല, ഇതിന് സനതുമില്ല മത്തിനുമില്ല, ഇതിന്റെ സനതും പോക്കാണ്, മുടിയും പോക്കാണ്. അത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സനദില്ലെന്നല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. സനതുമില്ല, അതിന്റെ മത്തിനുമില്ല, ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് ഞങ്ങളുടെ നിലപാട്.